ഹലോ. എന്ത് പറയണ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് അല്ല, 1-2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ കൂടി ചേർത്തിട്ടുള്ളൊരു ദിവസത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ കാണാൻ എല്ലാവരും ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതപ്പോൾ അമ്മയുടെ സ്പെഷ്യലായിട്ട് മാങ്ങ അച്ചാർ ഇടണതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മമാരെന്തുണ്ടാക്കിയത് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ആളൊരു അച്ചാർ ഇടണതിൽ സ്പെഷ്യലിസ്റ്റ് കൂടിയിട്ട് തന്നെയാണ്. അപ്പോൾ അച്ചാർ ഇടാനായിട്ട് മാങ്ങ അരിയണതാണ് കേട്ടോ. കുറേ നേരം ഇരുന്ന് അമ്മയ്ക്ക് അങ്ങനെ അരിയാൻ പറ്റില്ല. അത് കാരണം ഞാനാണ് മാങ്ങ അരിഞ്ഞ് കൊടുക്കണത്. ഞാൻ മാങ്ങ അരിഞ്ഞ കാരനാണ് കൂടുതൽ ടേസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ പറയില്ലേ, നമ്മൾ എന്തെങ്കിലും കറി വയ്ക്കുമ്പോഴൊക്കെ ഞാൻ ഇളക്കിയ കാരനാണ് കൂടുതൽ ടേസ്റ്റ് വന്നതെന്നൊക്കെ പറയില്ല. അപ്പോൾ അങ്ങനെ ഒരു മാങ്ങ അരിഞ്ഞ് കൊടുത്തു എന്നുള്ളൊരു ക്രെഡിറ്റും കൂടി എനിക്കുണ്ട്. അപ്പോൾ ആൾ തന്നെയാണ് കേട്ടോ, അച്ചാറുകളൊക്കെ ഇടുന്നത് ആൾ തന്നെയാണ്. ഞാൻ ഇട്ട അത്ര ടേസ്റ്റൊന്നും കിട്ടാറില്ല. ഞാൻ അങ്ങനെ ഇടാറുമില്ല കേട്ടോ, ഇതുവരെ അങ്ങനെ ഇട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് മാങ്ങ അരിഞ്ഞു കൊടുക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരുവിധം മാങ്ങകളൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ തൊലില്ലാണ്ടാണ് മാങ്ങ അച്ചാർ ഇടാനൊക്കെ ആയിട്ട് അരിയണത് കേട്ടോ. ഇവിടെ അച്ചാർന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറി കൂട്ടുന്ന പോലെയൊക്കെ കൂട്ടിക്കോളും. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അധികം നാളത്തേക്കൊന്നും ഇവിടെ അച്ചാർ അങ്ങനെ നിൽക്കലൊന്നുമില്ല. എല്ലാ അച്ചാറും അങ്ങനെ വേഗം കഴിയാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മാങ്ങ അങ്ങനെ അച്ചാറുകൾ കടയിൽ നിന്ന് വാങ്ങിക്കലായിരുന്നു ചെയ്യാറ്. ഇപ്പോൾ കുറച്ച് മാങ്ങ കിട്ടി. അപ്പോൾ മാങ്ങ നിങ്ങൾ അച്ചാർ ഇടാമെന്ന് വെച്ചു. അച്ചാർ ഇട്ട് വെച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടും കുറച്ച് നാളായിട്ടാണ്. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോയുടെ ഇത് ഇത്തിരി പരിമിതമായ കാരണം തീരെ കുറച്ച് വയ്യായൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കാരണം ഇങ്ങനൊരു തട്ടിക്കൂട്ട് വീഡിയോ പോലെ ആയി എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ ഇടുന്നത്. നല്ല ടേസ്റ്റുണ്ട്. പിന്നെ അച്ചാർ ഇടാൻ അറിയാത്തവർക്കൊക്കെ ആയിട്ട് നല്ല എളുപ്പത്തിൽ അച്ചാറിടാനായിട്ട് ഈ വീഡിയോ സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും തന്നെ ഇത്തിരി അച്ചാറിട്ട് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, അമ്മയുടെ ഈ ഒരു പ്രിപ്പറേഷൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞു. അതിനിട്ട് കുറച്ചധികം ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു സ്ഥലത്ത് കുറച്ച് നേരം വെക്കുക. നന്നായിട്ട് ഉപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങയിലെ പുളിയൊക്കെ ഇറങ്ങുമ്പോൾ ഉപ്പ് ബാലൻസൊക്കെ ആയിട്ട് നിൽക്കും കേട്ടോ. അവരവരുടെ ആവശ്യത്തിന് ഉപ്പ് അനുസരിച്ച്. ഇവിടെ ഇത്തിരി ഉപ്പ് മുന്നിട്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ല, അധികം കൂടരുത്. എന്നാലും കുറച്ച് നമ്മൾ സാധാരണക്കാട്ടിയും ഒരു പൊടിക്ക് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. എല്ലാ കറിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് കൂട്ടി കുഴച്ച് റെഡിയാക്കി വയ്ക്കുക. ഇതിപ്പോൾ കൂട്ടി കുഴക്കണൊക്കെ കാണുമ്പോൾ വായിൽ വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലേ ഉപ്പ് മാങ്ങ കൂട്ടി തിന്നാനായിട്ട്. പണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് പിള്ളേരൊക്കെ ആയിരുന്നപ്പോൾ ഉപ്പും മാങ്ങയും മുളക് പൊടിയൊക്കെ മുക്കിയൊക്കെ തീറ്റുണ്ട്. ഇപ്പം അങ്ങനെ തീറ്റൊന്നും ഇല്ലല്ലേ. ഇപ്പം നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നാൻ ഒരു തോന്നലൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ അധികം നമ്മൾ പണ്ടത്തെ പോലെയൊന്നും കഴിക്കലില്ല. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ മുളക് പൊടിയും ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ച് നന്നായി തിരുമ്പി ഒരു തട്ടിക്കൂട്ട് അച്ചാറാക്കിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വിചാരിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണല്ലേ ഭക്ഷണം കഴിക്കാനായിട്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെറുതെ മുളക് ചാലിച്ചാണെങ്കിൽ നമ്മൾ വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്പി കൈ കൊണ്ട് തിരുമ്പി കൂട്ടി കുഴച്ച് റെഡിയാക്കി വയ്ക്കുക. ഇനി നമുക്ക് അമ്മയുടെ അച്ചാർ പ്രിപ്പറേഷൻ നോക്കാം കേട്ടോ. ഇതിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചേക്കണത് കടുക് വറക്കാനായിട്ട് വെച്ചേക്കണതാണ്. കടുകും ഉലുവൊന്നും കരിയരുത്, കരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് പോകും. അപ്പോൾ ഒന്ന് വറക്കുക. വറുത്തിട്ട് മുറത്തിലിട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലിട്ടിട്ട് അതിൻ്റെ തൊലികളൊക്കെ മറ്റേ കടുകിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാനായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒന്ന് പൊടിച്ച്, അധികം അങ്ങോട്ട് പൊടിയണ്ട, പൊടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് ഉരുട്ടി പറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറി അതിൻ്റെ കടുകിൻ്റെ പരിപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയായിട്ട് കിട്ടും. ഇപ്പോൾ വറക്കണത് ഉലുവയാണ് കേട്ടോ. ഉലുവ അങ്ങനെ തന്നെ വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. ഉലുവയുടെ പൊടിയാണ് അല്ലേ അച്ചാറിൽ ഇടണത്. അപ്പോൾ ഉലുവ കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്പ്പ് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉലുവ കൂടാണ്ട് കുറച്ച് നമ്മൾക്ക് അനുസരിച്ച് എത്ര ടീസ്പൂൺ ഇട്ടതെന്നൊന്നും ഞാൻ പറയണമെന്നില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ മാങ്ങയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ടേസ്റ്റിനനുസരിച്ചാണ് ഇടേണ്ടത്. ഉലുവയുടെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. പൊടിയില്ല, പൊടിച്ച് വെച്ചേക്കുന്നത് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ഉലുവ വറുത്ത് കടുകിൻ്റെ കൂടെ ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം.
പിന്നെ അത് നല്ല മാറ്റി വെച്ച് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ അമ്മ ഒഴിച്ചത്. പിന്നെ നല്ല എണ്ണ ഒഴിച്ച് വെക്കണതുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ലെണ്ണ ഇല്ലയെന്ന് വെച്ചിട്ട് അച്ചാർ ഇടാണ്ടൊന്നും ഇരിക്കേണ്ട, വെളിച്ചെണ്ണയിൽ വെച്ചാലും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ 2 പൊറ്റ് ഉള്ളി അരിഞ്ഞതും പിന്നെ ആവശ്യത്തിന് നമ്മുടെ വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് വാട്ടുക. വാട്ടിയിലേക്ക് ഇഞ്ചി കുനുകുനൂന്നനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആ ഇഞ്ചിയും കൂടി ഇടുക. പിന്നെ നമ്മുടെ പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് മുളക് പൊടി, നമ്മുടെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി ഇടുക. കളറിന് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇടുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നല്ല കളറൊക്കെ തന്നെയാണ്. അപ്പോൾ നന്നായി മുളക് പൊടി ഇട്ടിട്ട് അത് നന്നായിട്ട് മൂത്ത് വരണ്ട, മൂത്ത് വന്നിട്ട് വേണം അതിനകത്തോട്ട് നമ്മുടെ മാങ്ങ അരിഞ്ഞ് ഉപ്പ് തിരുമ്പി വെച്ചേക്കണത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഉലുവയും കടുകും കൂടി പൊടിച്ച് വെച്ചേക്കണത് ഇടാനായിട്ട് വേണ്ടത്. അപ്പോൾ ആ ഉലുവയും കടുകും കൂടി പൊടിച്ച് വെച്ചേക്കണത് നമുക്ക് ഈ മുളക് മിക്സിയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അപ്പോഴേക്ക് നല്ല മണം വരും കേട്ടോ, നല്ല അച്ചാറിൻ്റെ മണം വന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് കായം പൊടി ഇടുക, കായം പൊടിച്ചത് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ വറുത്ത് പൊടിച്ചിട്ട് അതിനകത്തോട്ട് ഇടുക. കായം ഇടുമ്പോൾ തന്നെ നല്ല മണമാണ് അല്ലേ. അപ്പോൾ അതേ ഞാൻ പൊടിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ ആ ഉലുവയും കടുകും കൂടി പൊടിച്ചെടുത്തേക്കണതാണ് ഇപ്പോൾ അതിനകത്തോട്ട് ഇടാൻ പോണത്. അത് നന്നായിട്ട് ഇടുക, ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇവിടെ കായം പൊടി ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് വറുത്ത് പൊടിക്കേണ്ട കാര്യമൊക്കെ ഇത്തിരി പണിയുണ്ട്, കായം വറുത്ത് പൊടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ കായ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല മണം നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മളെ മാങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിനകത്ത് വിനാഗിരി ഒഴിക്കണമെങ്കിൽ ഒഴിക്കുക കേട്ടോ. വിനാഗിരി ഇത്തിരി വെള്ളത്തിൽ ചൂടാക്കിയിട്ട് ഒഴിക്കണമെങ്കിൽ ഒഴിക്കുക. നമ്മുടെ വിനാഗിരി ഉണ്ടായിരുന്നില്ല, അത് കാരണം വെറുതെ പച്ചവെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്തത്. പിന്നെ ചേട്ടന് വിനാഗിരി അധികം ഇഷ്ടമില്ല അച്ചാറിൽ ഒഴിക്കണത്, ഭയങ്കര ഒരു പുളിപ്പും പ്രത്യേക ഒരു കുത്തൊക്കെയാണെന്നാണ് ആൾ പറയണത് കേട്ടോ. അപ്പോൾ ഇവിടെ അച്ചാറിടുമ്പോൾ വിനാഗിരി ഒഴിക്കലില്ല, പിന്നെ അധികം നാളൊന്നും നിൽക്കില്ല. പിന്നെ അത് കാരണം നമുക്ക് അത്രയും പ്രശ്നമില്ല, കേടാവും എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. കേടാവാനുള്ള ദിവസമൊന്നും ഇവിടെ അച്ചാർ ഇരിക്കില്ല. എന്തോരം അച്ചാർ ഇട്ടാലും 1-2 ആഴ്ചയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ. 2-3 ആഴ്ചയ്ക്കും കൂടുതൽ അങ്ങനെ നിന്ന് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ അച്ചാർ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇട്ടിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്, അതിൽ പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ള. ഇപ്പോൾ അത് രണ്ടാമത് ഇന്നലെ മാങ്ങ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, അച്ചാർ കഴിയുമ്പോൾ വീണ്ടും ഇടാനായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ വെള്ളമൊക്കെ തിളപ്പിച്ച് നമ്മുടെ അച്ചാറിൻ്റെ പരിവതാണ് കേട്ടോ. ആവശ്യത്തിന് വെള്ളം തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഒഴിക്കണത് തന്നെയാണ് നല്ലത്. വിനാഗിരി ഇട്ട് അധികം നാൾ കൂടാതെ സൂക്ഷിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ വിനാഗിരിയൊക്കെ ഒഴിച്ച് സെറ്റപ്പാക്കാം. പിന്നെ നല്ലെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കാം. ഇതുപോലൊക്കെ തന്നെ അവിടെ നല്ലെണ്ണ ഉണ്ടായിരുന്നില്ല, പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട. അച്ചാറിന് നല്ലെണ്ണ മാത്രമല്ല വെളിച്ചെണ്ണയും സൂപ്പർ തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയുണ്ട് നമ്മുടെ അച്ചാർ കാണാനായിട്ട്? ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ അച്ചാറിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണെന്നുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനും ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. അച്ചാറിലൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അലക്കാനായിട്ട്. കുറച്ചധികം തുണികളുണ്ടായിരുന്നു. ചേട്ടാ ആന്ധ്രയ്ക്ക് പോയിട്ടുള്ള തുണികളും കഴുകാനൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തോര ഇടാനായിട്ട് ചേട്ടനെ വിളിച്ചതാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഇരിങ്ങാലക്കുട വരെ പോകാനായിട്ട്. കുഞ്ഞിപ്പെണ്ണ് അന്ന് സ്കൂളുണ്ടായിരുന്നില്ല, 2ാം ശനിയാഴ്ചത്തെ വിശേഷമാണ് കേട്ടോ അത്. അപ്പോൾ സ്കൂളുണ്ടായിരുന്നില്ല, അപ്പോൾ അവളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ എല്ലാ തുണികളും തോരിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 3 പേരും കൂടി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പകുതി ഇപ്പോൾ ഈ വൃത്തിയും വെടുപ്പൊന്നും ഇല്ല ഇട്ടിരുന്ന് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് പൊക്കോ, ഞാനെടുത്തിട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ആൾക്ക് പറ്റണ പോലെ ആൾ സഹായിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. തുണി തോരിടാൻ പോന്നിട്ടപ്പോൾ ഒന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല, അതെടുത്ത് പിഴിഞ്ഞാൽ അഴയിലിടുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണുണ്ട് കൂടെ സഹായിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് തുണികളൊക്കെ അങ്ങനെ വിജയകരമായിട്ട് തോരിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇരിങ്ങാലക്കുട പോകാനായിട്ട്. അപ്പോൾ ഇരിങ്ങാലക്കുട പോയ വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. ഫോൺ ഇത്തിരി റിപ്പയർ ഉണ്ടായിരുന്നു, അത് ശരിയാക്കാനായിട്ട് കൊടുത്തിട്ടാണ് കടയിലേക്കൊക്കെ പോയത്.
അപ്പോൾ ഇരിങ്ങാലക്കുട പോയി വന്നിട്ട് രണ്ട് കഷ്ണം ചക്ക കിട്ടിയിട്ട് പഴുത്ത ചക്ക. അപ്പോൾ അതൊന്ന് പറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും കൊതി ഇളക്കരുത് കേട്ടോ. അത് രണ്ട് കഷ്ണം ഞങ്ങൾക്ക് വല്ലയിടത്തുനിന്ന് കിട്ടിയതാണ്, അയൽവക്കത്തു നിന്ന് കിട്ടിയതാണ്. നമ്മുടെ വീട്ടിൽ ചക്ക ഉണ്ട്, കുറേ ഉണ്ടാവാറുണ്ട്. ഇപ്പം അധികം ഇല്ല, കുറച്ചേ ഉള്ളൂ. നമുക്ക് കഴിക്കാനുള്ളത് തന്നെ ഉള്ളൂ ചക്ക. അപ്പോൾ ചക്ക നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെ കൊതിപ്പിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ, ആരും കൊതിക്കരുത്. അപ്പം ഇങ്ങനെ തന്നെയാണ് ചക്ക പഴുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടല്ല, അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമുക്ക് ചക്ക പഴുത്ത് കിട്ടുന്നത്. അത് ലളിതേശി തന്നിട്ട് തന്നെയാണ് കേട്ടോ. ചക്ക ഫസ്റ്റ് തന്നതും രണ്ടാമത് തന്നതും ലളിതേശിയൊക്കെ തന്നിട്ട് തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയുണ്ട് നമ്മുടെ ചക്ക പഴുത്തത് കാണാനായിട്ട്. അങ്ങനെ ചക്ക പറിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വായലിക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തിന്നാൻ തന്നെയാണല്ലോ പറിച്ച് വയ്ക്കണത്. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഫോർമാലിറ്റീസിൻ്റെ ആവശ്യമൊന്നുമില്ല പറിച്ച് കഴിഞ്ഞിട്ട് തിന്നൽ. അപ്പോൾ ഇത് പറിച്ച് വെച്ച് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ 2-3 ചുള്ള ചക്കകൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചക്ക വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമുക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ. അപ്പോൾ ഞങ്ങളിരുന്ന് ചക്ക തിന്നട്ടെ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.